ബിസ്മില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചത്. സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നത് ചൊല്ലേണ്ട രീതികളാണ് നമ്മൾ ഇന്നലെ വിശദീകരിച്ചത്. ഈ ദിക്റുകളൊക്കെ ഹദീസിൽ വന്ന എണ്ണങ്ങൾ മാത്രമേ പാടുള്ളൂ. 10 ആണെങ്കിൽ 10 പറ്റുള്ളൂ, 11 പാടില്ല. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് നബിയിൽ നിന്ന് വരച്ച് കാണിച്ചു തന്ന രീതികൾ അത് അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ 25 എന്നുള്ളത് 25 പറ്റുള്ളൂ, 26 പാടില്ല, 24 പറ്റൂല. അതേപോലെ 33 എന്നുള്ളത് 34 35 പാടില്ല, 33 തന്നെയാണ് ചൊല്ലേണ്ടത്. ഒരാൾ ചൊല്ലുമ്പോൾ അധികമായി പോയിന്നതിന് വിരോധമല്ല. മനഃപൂർവ്വം ഇത് 33 ഞാൻ 35 ചെല്ലണത് എന്ന് പറഞ്ഞാൽ എന്തായി? സുന്നത്തിന് വിരുദ്ധായി. അപ്പൊ സുന്നത്തിന് എതിരായിട്ടുള്ള ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. എന്നാൽ ഒരാൾക്ക് പൊതുവെ സുബ്ഹാനല്ലാഹ് എന്നുള്ളത് എത്ര വേണമെങ്കിലും ചൊല്ലാം, 100 എത്ര വേണമെങ്കിലും അയാൾക്ക് ഇഷ്ടമുള്ള അത്ര ചൊല്ലാം. നിസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ഈ സുന്നത്ത് 33 ഏറ്റവും പരമാവധി. അത് അതുപോലെ തന്നെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട്. അതേപോലെ തന്നെ ഈ സുബ്ഹാനല്ലാഹ് പോലുള്ള ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ കൊണ്ടാണ് എണ്ണം പിടിച്ചിരുന്നതെന്ന് ഹദീസിലുണ്ട്. യുസൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹുന്ന അൻ യുറാഇന ബിത്തക്ബീരി വത്തഖ്ദീസ് വത്തഹ്ലീൽ. തക്ബീറും അതുപോലെ അൽഹംദുലില്ലാഹ് അതേപോലെ തഖ്ദീസ് സുബ്ഹാനല്ലാഹ് പോലുള്ള ഇതുകൾ വളരെ ശ്രദ്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചു. വഅൻ യഖിദ്ന ബിൽ അനാമിൽ, വിരൽ തുമ്പുകളെ കൊണ്ട് അതിനെ എണ്ണം പിടിക്കാനും അവിടുന്ന് എന്ത് ചെയ്തു, കൽപ്പിച്ചു എന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹുന്ന മസ്ഊലാത്തുൻ മുസ്തൻതഖാത്തുൻ. ഈ വിരലുകൾ ചോദ്യം ചെയ്യപ്പെടും. മുസ്തൻതഖാത്ത് എന്ന് പറഞ്ഞാൽ അത് സംസാരിക്കപ്പെടുന്നതുമാണ്. നുത്ഖ്. ഇതൊക്കെ പരലോകത്ത് എന്ത് ചെയ്യും, നമുക്ക് സാക്ഷിയാകുന്നു. ഈ വിരലുകൾ നമ്മൾ എണ്ണം പിടിക്കുന്നതിനനുസരിച്ച് പരലോകത്ത് എന്ത് ചെയ്യും, സാക്ഷി പറയുന്ന ഇമാം അബൂദാവൂദ് തിർമിദിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസ്. അപ്പൊ വിരലുകളിൽ എണ്ണം പിടിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. അതന്നെയാണ് നമ്മളും പിൻപറ്റേണ്ടത്. അതേപോലെ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നത്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖിദു തസ്ബീഹ ബിയദിഹി. നബി സ്വന്തം കൈകൊണ്ട് തസ്ബീഹ് ചൊല്ലിയിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതും അബൂദാവൂദ് തിർമിദിയിൽ ഉണ്ട്. എന്നാൽ ഇന്ന് നമ്മളെ തസ്ബീഹ് മാല പോലുള്ള അതേപോലെ പിന്നെ അതിനുള്ള മെഷീനുകൾ ഉണ്ടല്ലോ എണ്ണാനുള്ള, അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഒരാൾക്ക് എണ്ണം പിടിക്കാൻ കഴിയില്ല വിരലുകൊണ്ട്, പ്രായമായി, അയാൾക്ക് കൃത്യമായിട്ട് എണ്ണം കിട്ടൂല എന്നുള്ളതാണെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് വിരോധമല്ല. അതല്ലെങ്കിൽ അയാൾക്ക് കൈകൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് അതിൽ പണ്ഡിതന്മാർ പറയുന്നത്. ഇനി ആ തസ്ബീഹ് മാല കൊണ്ട് ഉദ്ദേശിച്ച് അതുപോലുള്ളത് കൊണ്ട് അതൊരു തഅബ്ബുദിയാണ്, അതൊരു ഇബാദത്താണ്, ആ മാല ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് കരുതിയാൽ അത് ബിദ്അത്തുമാവും. ഒരാളെ എണ്ണം പിടിക്കാൻ വേണ്ടി തൽക്കാലം അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിരോധമല്ല. നേരെ മറിച്ച് അത് അങ്ങനെ പിടിക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ആ തസ്ബീഹ് മാലയിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലർ മക്കത്തും ഉംറക്കും പോകുമ്പോഴൊക്കെ അവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അപ്പൊ അതിലൊന്നും എന്തില്ല, ഒരു മഹത്വവും ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതില് ഒന്ന് തസ്ബീഹ് മാലകളോ അതുപോലുള്ളതൊക്കെ ഉപയോഗിക്കുന്നത് സുന്നത്തിന് എതിരാണ്. രണ്ടാമത് അത് ഒരു ലോകമാന്യത്തിലേക്ക് എത്തിക്കുന്നതാണ് പറഞ്ഞത് പണ്ഡിതന്മാർ. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, ഒരാള് തസ്ബീഹ് മാലയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾ അത് ലോകമാന്യ റിയായിലേക്ക് എത്തിക്കും. കാരണം എന്താ, ഞാൻ അത്യാവശ്യം തസ്ബീഹ് ചൊല്ലുന്നവനാണെന്ന് എല്ലാവരും അറിയട്ടെ എന്നത് പിശാച് നമ്മളെ മനസ്സിൽ തോന്നിക്കും. അങ്ങനെയൊന്നുമില്ല, സാധാരണ ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് സ്വാഭാവികമായിട്ടും മനുഷ്യനെ എന്ത് ചെയ്യും, അങ്ങനെ തോന്നിപ്പിക്കും. ഞാൻ അത്യാവശ്യം കൊള്ളാം, മറ്റുള്ളവരെക്കാളും നന്നായിട്ട് ഇബാദത്ത് ചെയ്യുന്നവനാണ് എന്ന് വന്നു പോയാൽ എന്തായി, ഇബാദത്തൊക്കെ പൊളിഞ്ഞു പോകും. അത് ശിർക്കുൽ അസ്ഗറാണ്. അപ്പൊ അത് വരാൻ പാടില്ല എന്ന്. അതേപോലെ തന്നെ നമ്മൾ ഈ വിരലുകളെ കൊണ്ട് എണ്ണം പിടിക്കുമ്പോൾ എത്ര എണ്ണാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു ഓർമ്മ ഉണ്ടാവും. മാലയാവുമ്പോ എന്ത് ചെയ്യും, അത് ഈ ഇതിങ്ങനെ മാലമണികൾ ഇങ്ങനെ ഉരുട്ടുക എന്നല്ലാതെ നമുക്കതിനെ കുറിച്ച് നമ്മളെ ഹൃദയം എന്ത് ചെയ്യും, അശ്രദ്ധയാവും അതിനെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ദിക്റുകൾ ചെല്ലുന്ന സന്ദർഭത്തിൽ നമ്മളെ ചില പള്ളികളിലൊക്കെ കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 പ്രാവശ്യം ഉറക്കെ എല്ലാവരും ഒന്നിച്ചു ചെല്ലൽ. നമ്മൾ കണ്ടല്ലോ, അഫ്ളലു ദിക്ർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എല്ലാവരും ഒപ്പം ചൊല്ലും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പെട്ടതല്ല, ഹദീസിൽ വരാത്ത ഒരു ബിദ്അത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ ദിക്റുകൾ ചൊല്ലുകയാണെങ്കിൽ ഓരോന്ന് 25 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. 10 പ്രാവശ്യമായിട്ട് വന്നത് ഇങ്ങനെ
എന്ത് ചെയ്യുന്നില്ല, ഹദീസിൽ നമ്മൾ വായിച്ചിട്ട്. അതേപോലെ തന്നെ മറ്റ് ദിക്റുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പാടില്ല എന്ന് പറഞ്ഞു. മറ്റ് ദിക്റുകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഇതൊക്കെ ഉറക്കെ ചൊല്ലുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വെച്ചിട്ട് പറയുന്നത് എല്ലാ ദിക്റുകളും ഉറക്കെ ചൊല്ലാം, വിരോധമല്ല. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ ഒരാളിങ്ങനെ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ ചൊല്ലലല്ല, എല്ലാവർക്കും വേണമെങ്കിൽ ഉറക്കെ ചൊല്ലാം. പക്ഷേ നിസ്കരിക്കുന്നവരോ അടുത്തുള്ളവർക്കോ ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണത്, ഒഴിവാക്കുക. അങ്ങനെ മറ്റുള്ളവർക്ക് പ്രയാസമുള്ള രീതിയിൽ ഉറക്കെ ചൊല്ലാൻ പാടില്ല എന്നാണ്. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്തു ആരിഫു ഇൻഖിളാ സ്വലാത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തക്ബീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നത് തക്ബീർ ചൊല്ലുന്നത് കേൾക്കുമ്പോഴാണ്. ഇവിടെ തക്ബീർ എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞേക്ക് അല്ലാഹു അക്ബർ എന്ന് പറയലാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹിന്റെ മുമ്പ് അല്ലാഹു അക്ബർ പറയലാണ്. എന്നാൽ മൊത്തത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ ആ തക്ബീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിക്റുകളും, നിസ്കാര ശേഷമുള്ള എല്ലാ ദിക്റുകളും അവിടെ എന്ത് ചെയ്യും, തക്ബീർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു. അതാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും ഉദ്ദേശിച്ചത്. അപ്പൊ നിസ്കാരം കഴിഞ്ഞേക്ക് അല്ലാഹു അക്ബർ എന്ന് പറയലല്ല, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ. പിന്നെ അതിനുശേഷമുള്ള എല്ലാ ദിക്റുകളും മൊത്തത്തിൽ തക്ബീർ എന്ന പേരിൽ പറയപ്പെടുന്നതാണ്. ഇതാണ് ദിക്റുകളുടെ ഇതിൽ വന്നിട്ടുള്ള പിന്നെ ഹദീസ്. അതിനുശേഷം ആയത്തുൽ കുർസി ഓതല് സുന്നത്താണ്. നിസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതുന്നത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നസഈ തബറാനി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത്ത്, അവന് സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്നില്ല അദ്ദേഹത്തിന്റെ മരണമല്ലാതെ. എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലാണ്, വേറൊരു തടസ്സമല്ല. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും കഴിയുകയാണെങ്കിൽ ആയത്തുൽ കുർസി ഓതല് സുന്നത്താണ് എന്ന് ഈ ഹദീസ് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല പിശാചിൽ നിന്നുള്ള ഒരു സംരക്ഷണവും ഒക്കെ ആയത്തുൽ കുർസിയിലൂടെ ഉണ്ടാകും എന്നാണ്. അപ്പൊ അത് നമ്മൾ കഴിവിന്റെ പരമാവധി ആയത്തുൽ കുർസി എന്ത് ചെയ്യാൻ നിസ്കാരങ്ങൾക്ക് ശേഷം ഓതും. പിന്നെ അൽ മുഅവ്വിദാത്ത്, മുഅവ്വിദാത്ത് എന്ന് പറയുന്നതും ഓതൽ സുന്നത്താണ്. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാല് മുഅവ്വിദത്തൈനിയും ഉണ്ട്, മുഅവ്വിദാത്തും ഉണ്ട്. മുഅവ്വിദത്തൈനി എന്ന് പറയുന്ന ഖുൽ റബ്ബിൽ ഫലക്കും ഖുൽ റബ്ബിൻ നാസിനും പറയുന്ന രണ്ട് സൂറത്തുകൾക്ക് പറയുന്ന പേരാണ് മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞാല് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്ന രണ്ട് സൂറത്തുകൾ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ അതിൽ ഇഖ്ലാസും കൂടി കൂട്ടിയിട്ട് പൊതുവെ മൊത്തത്തിൽ എന്ത് ചെയ്യും, മുഅവ്വിദാത്ത് എന്ന് പറയാറുണ്ട്. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ മൂന്ന് സൂറത്തുകളും നിസ്കാര ശേഷം ചൊല്ലൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ മുഅവ്വിദാത്ത് ഫീ ദുബരി കുല്ലി സ്വലാ. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തു സഹിഹ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് പറയുന്നുണ്ട്. നിങ്ങൾ ഓരോ നിസ്കാര ശേഷവും മുഅവ്വിദാത്തുകൾ ഓതുക, ഓരോ പ്രാവശ്യം ഓതലാണ് സുന്നത്ത്. ഖുൽ ഹുവല്ലാഹു അഹദ് ഒന്ന്, ഖുൽ റബ്ബിൽ ഫലക് ഒന്ന്, ഖുൽ റബ്ബിൻ നാസ് ഒന്ന്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഖറഅ ബിൽ മുഅവ്വിദാത്തി ദുബുറ കുല്ലി സ്വലാത്ത്. എല്ലാ നിസ്കാര ശേഷവും മുഅവ്വിദാത്ത് ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ. അപ്പൊ ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയണ, ഖറജ്ന ഫീ ലൈലത്തി മത്റിൻ, ഒരു നല്ല മഴയുള്ള രാത്രി ഞങ്ങൾ പുറപ്പെട്ടു. വദുൽമത്തിൻ ശദീദ, നല്ല കൂരിരുട്ടുള്ള രാത്രിയാണ്. നത്ലുബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുസല്ലി അലനാ, ഞങ്ങൾ നബി അന്വേഷിച്ച് പുറപ്പെട്ടതാണ് ഞങ്ങൾക്ക് ഇമാമായിട്ട് നിന്ന് നിസ്കരിക്കാൻ വേണ്ടി. ഫഅദ്റകനാഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കണ്ടു. ഫഖാല അസല്ലൈതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ നിസ്കരിച്ചോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഖുൽ, നീ പറയൂ എന്ന് ഈ അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയണം, ഖുൽ, പറയാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫലം മഖുൽ ഷൈഅൻ, ഞാനൊന്നും മിണ്ടിയില്ല. സുമ്മ ഖാല ഖുൽ, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറയൂ. അപ്പോഴും അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. മൂന്നാമതും പറഞ്ഞു, ഖുൽ, നീ പറയൂ. അപ്പൊ ഈ സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് മാദാ ഖുൽ, മാ ഖുൽ, ഞാൻ എന്താ പറയേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദത്തൈനി ഹീന തുംസി വഹീന തുസ്ബിഹു, രാവിലെയും വൈകുന്നേരവും നീ ഖുൽ ഹുവല്ലാഹു അഹദും മുഅവ്വിദത്തൈനി ഖുൽ റബ്ബിൽ ഫലക്കും ഖുൽ റബ്ബിൻ നാസും പറയണം. സലാസ മർറാത്ത്, 3 പ്രാവശ്യം, രാവിലെയും വൈകുന്നേരം 3 പ്രാവശ്യം ഈ 3 സൂറത്തുകൾ പറഞ്ഞാൽ തക്ഫീക മിൻ കുല്ലി ഷൈ, നിനക്ക് എല്ലാ വിഷയത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും അത് മതിയാവുന്നതാണ്. അപ്പൊ സുബഹിന്റെ ശേഷവും മഗ്രിബിന്റെ ശേഷവും ഈ സൂറത്തുകൾ 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ് എന്ന് ഇമാം തിർമിദി, അബൂ ദാവൂദ് ഉദ്ധരിക്കുന്നുണ്ട്. അതാണ് ഈ ഹദീസിൽ
പ്രത്യേകം വന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരം ദിക്റുകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.